ഹാപ്പി ഓണം ഫെസ്റ്റിവൽ ചേലക്കരയിൽ. കുടുംബത്തോടൊപ്പം ആർത്തുല്ലസിക്കാൻ ചേലക്കര മേപ്പാടം ഓണം ഫെസ്റ്റ് 2025 മേപ്പാടം ഗ്രൗണ്ടിൽ പ്രവർത്തനം ആരംഭിച്ചു. വിമാനാകൃതിയിൽ പ്രവേശന കവാടം, കാശ്മീർ താഴ്വാരം, അലങ്കാര മത്സ്യങ്ങളുടെയും പക്ഷികളുടെയും പ്രദർശനം, വിപണന സ്റ്റാളുകൾ, ഫുഡ് കോർട്ടുകൾ, ഫാമിലി ഗെയിംസ്, അമ്യൂസ്മെന്റ് റൈഡുകളായ ബ്രേക്ക് ഡാൻസ്, കൊളംബസ്, ജയന്റ് വീൽ, ഡ്രാഗൺ ട്രെയിൻ, കിഡ്സ് റൈഡുകൾ തുടങ്ങിയവ നിങ്ങളുടെ സായം സന്ധികളെ മനോഹരമാക്കും. പ്രവേശനം വൈകിട്ട് 4 മണി മുതൽ രാത്രി 9:30 വരെ. കിള്ളിമംഗലം ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് അക്കാദമിക് ബ്ലോക്ക് കെട്ടിട നിർമ്മാണം ഡിസംബറിൽ പൂർത്തീകരിക്കുമെന്ന് UR പ്രദീപ് MLA. നിർമ്മാണ പുരോഗതി വിലയിരുത്തുന്നതിനായി സന്ദർശനം നടത്തിയതിനു ശേഷം സംസാരിക്കുകയായിരുന്നു MLA. 2018 കിഫ്ബിയിൽ നിന്നും അനുവദിച്ച 8.29 കോടി രൂപ വിനിയോഗിച്ചാണ് കെട്ടിട നിർമ്മാണം നടക്കുന്നത്. കിറ്റ്കോയ്ക്കാണ് നിർമ്മാണ ചുമതല. കെട്ടിട നിർമ്മാണത്തിന്റെ 90% പ്രവൃത്തികളും പൂർത്തീകരിച്ചിട്ടുണ്ട്. ഡിസംബർ മാസത്തോടുകൂടി നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് കിറ്റ്കോയുടെ സൈറ്റ് എഞ്ചിനീയർ സബിത്ത് അറിയിച്ചു. 1.52 കോടി രൂപ ചിലവിൽ നിർമ്മിക്കുന്ന പെൺകുട്ടികൾക്കായുള്ള ഹോസ്റ്റലിന്റെ നിർമ്മാണം PWD ആർക്കിടെക്ചറൽ വിഭാഗത്തിൽ നിന്നും ഫൈനൽ ഡ്രോയിംഗ് പ്ലാൻ കിട്ടുന്ന മുറയ്ക്ക് പ്രവൃത്തി ടെൻഡർ ചെയ്ത് ആരംഭിക്കുവാൻ കഴിയും. ഇതിനുള്ള ഇടപെടൽ നടത്തിവരികയാണെന്നും MLA യോഗത്തിൽ പറഞ്ഞു. കോളേജിൽ ചേർന്ന അവലോകന യോഗത്തിൽ UR പ്രദീപ് MLA, പ്രിൻസിപ്പൽ ബ്ലൂമി ജോസഫ്, കിറ്റ്കോ സൈറ്റ് ഇൻചാർജ് സബിത്ത്, ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ഷിജു, കോൺട്രാക്ടറായ പ്രതിഭ ഡെവലപ്പേഴ്സ് പ്രൊജക്ട് മാനേജർ മുഹമ്മദ് അഷറഫ്, PTA വൈസ് പ്രസിഡന്റ് ഷാനി തുടങ്ങിയവർ പങ്കെടുത്തു. 2018-19 സമയത്ത് ഗവൺമെന്റ് സഹായത്തോടുകൂടി നമ്മുടെ കിഫ്ബിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ കിള്ളിമംഗലം ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നമുക്ക് ഇവിടെ ആവശ്യമായ കുട്ടികൾക്ക് അക്കാദമിക് ബ്ലോക്ക് പണിയാനും തൊട്ടപ്പുറത്ത് ലേഡീസ് ഹോസ്റ്റൽ പണിയാനും വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി ഉണ്ടാക്കിയത്. അതിൻ്റെ ഒരു റിവ്യൂ നടത്താൻ വേണ്ടിയിട്ടാണ്. ഇവിടെയാണെങ്കിൽ ഈ ഭൂമിയുടെ കിടപ്പനുസരിച്ച് ധാരാളം പാറയും എല്ലാം ഉള്ള പ്രദേശമായതുകൊണ്ട് അതിൻ്റെ ഓരോന്നും നമുക്ക് അതിൻ്റെ റിപ്പോർട്ട് ചെയ്ത് വേണം കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഏതായാലും ബിൽഡിങ്ങിൽ ഏതാണ്ട് ഒരു 80% പണി ഇതിൻ്റെ മൊത്തം പ്രൊജക്റ്റിൻ്റെ ആയിട്ടുണ്ട്. കെട്ടിടത്തിൽ മാത്രം പരിശോധിച്ചാൽ 90% പണി ആയിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ ഇന്ന് വിലയിരുത്തലനുസരിച്ച് നമുക്ക് ഡിസംബർ 15 കൂടി ഇതിൻ്റെ പൂർണ്ണമായ വർക്ക് പൂർത്തീകരിച്ച് കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വരുന്ന ഇത്തരം പാറകളെല്ലാം പൊട്ടിക്കാനും അത് നീക്കം ചെയ്യാനും ഇതിൻ്റെ നടപടിക്രമങ്ങളുണ്ട്. ആ നടപടിക്രമത്തിൻ്റെ ഭാഗമായി അല്പം കാലതാമസം വരാനും പണി അതിവേഗത്തിൽ വളരെ സ്പീഡായിട്ടാണ് കിഫ്ബി നേതൃത്വം കൊടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കിറ്റ്കോ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് അതിൻ്റെ ഏകദേശം എന്ത് തടസ്സമുണ്ടോ 15-ാം തീയതിക്ക് ശേഷം നിയമസഭ 15-ാം തീയതി മുതൽ തുടങ്ങാൻ പോവുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് വല്ല കാലതാമസം ഉണ്ടെന്നോ ഇല്ലയോ എന്നൊരു പരിശോധന നടത്തി തിരുവനന്തപുരത്ത് അവിടെ വെച്ച് എല്ലാവരും ഒരുമിച്ച് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് അവിടെ വെച്ച് ഇത് യോഗം കൂടി വല്ല കാലതാമസം ഉണ്ടാണെങ്കിൽ അവിടെ വെച്ച് നമുക്കതിനെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ്, അത് പരിശോധിക്കാൻ വേണ്ടി ഇന്ന് ഇവിടെ യോഗം ചേർന്നത്. അപ്പോൾ എന്തായാലും ഇവിടെ വന്ന് കണ്ടപ്പോൾ ഈ പണിയും കൂടെ നോക്കി പോകാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. ഏകദേശം ബിൽഡിങ്ങിൻ്റെ 90% വർക്കും ആയിട്ടുണ്ട്. മൊത്തത്തിൽ മറ്റു കല്ലുകൾ നീക്കം ചെയ്താൽ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഡിസംബർ 22-ാം തീയതിയോട് കൂടി പൂർണ്ണമായും ഇതിൻ്റെ പൂർത്തീകരിച്ച് കുട്ടികൾക്ക് തുറന്നു കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ആക്കി തരാം എന്ന് അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഇതിൻ്റെ വർക്ക് അതിവേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ വിവരം ഇല്ല. ലേഡീസ് ഹോസ്റ്റലിൽ ഇനി അതിൻ്റെ കുറച്ചുകൂടെ നടപടിക്രമമുണ്ട്. ഇപ്പോൾ അക്കാദമിക് ബ്ലോക്കിൻ്റെ കാര്യമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ലേഡീസ് ഹോസ്റ്റലിൽ ഇനി അതിൻ്റെ 2-3 നടപടിക്രമം കഴിഞ്ഞാലാണ് അതിൻ്റെ ഇത് നടക്കുള്ളൂ. എന്നാലും അതിൻ്റെ ഒരുക്കങ്ങൾ ആയിട്ടുണ്ട്. ഏതായാലും അതും ആവും വേഗത്തിൽ തുടങ്ങി വയ്ക്കാനുള്ള ഏർപ്പാട് ഇതിനൊപ്പം തന്നെ ഉണ്ടാവും. റൈറ്റ് വിഷൻ ന്യൂസ്, പാഞ്ഞാൾ. പുത്തൻ രുചിയുടെ മാസ്മരിക ലോകവുമായി സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ചേലക്കര. ഇന്ത്യൻ, അറബിക്, ചൈനീസ് വിഭവങ്ങളും ജ്യൂസ്, ഐസ്ക്രീം തുടങ്ങിയവയുമെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കും. ഇഷ്ടമുള്ളത് മനസ്സിൽ നിറച്ച് കഴിക്കാം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റിൽ നിന്നും. കുട്ടികൾക്കായി മിനി പാർക്കും വാഹന പാർക്കിംഗ് സൗകര്യവും സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നു. കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ്. സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് MSN ഓഡിറ്റോറിയത്തിന് എതിർവശം തോന്നൂർക്കര. ഫോൺ 9447 062266.